വെങ്കട് പ്രഭുവിൻ്റെ ഹീറോ ഗ്രേറ്റസ്റ്റ് ഓഫ് ദി ഓൾ ടൈം എന്ന സിനിമ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഗാന്ധി എന്ന പ്രൊട്ടാഗണിസ്റ്റിൻ്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് ഇവൻറ്റ്സ് ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്കാണ്. അതിലിപ്പോൾ ഈ വിസിൽ പോഡ് എന്ന് പറയുന്ന സോങ് ബാഡായിരുന്നു. ആദ്യം വന്ന പോലെയുള്ളത് സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുള്ളൂ. കുറേ അധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ സോങ് പിന്നെയും ബാഡാണ്, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ ബാക്കിയുള്ള സോങ്സൊക്കെ ഡീസൻ്റ് ആയിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും പലപ്പോഴും ഈ സിനിമ ബാഡായിട്ട് തോന്നുന്ന ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് അതെല്ലാം കൺവിൻസിങ് ആയിട്ട് വന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് വിജയ് ആസ് ജീവനാണ്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് ഇപ്പം അങ്ങനെ സിനിമ ഇറങ്ങുന്നതിൻ്റെ മുന്നേ അങ്ങനെ ഞാനങ്ങനെ വല്ല എക്സ്പെക്റ്റേഷനോ അല്ലെങ്കിൽ ഇത് മോശമാവും എന്ന ലെവലിലൊന്നും ചിന്തിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു ക്യാരക്ടറിൻ്റെ കേസ് എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. കാരണം ആ ഒരു ഡി ഏജിങ് സംഭവങ്ങളൊക്കെ സോങ് വന്ന സമയത്തൊന്നും അത്ര നല്ലതായിട്ട് എനിക്ക് ഫീൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സിനിമയിലെ മെയിൻ കല്ലുകടിയായിട്ട് ഇത് മാറുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ബാക്കി എല്ലാവരേക്കാളും പെർഫോമൻസ് കൊണ്ടും എൻ്റെ എല്ലാം കൊണ്ടും ഈ ഒരു ക്യാരക്ടറാണ് എനിക്ക് ഈ സിനിമയിൽ ബെറ്റർ ആയിട്ട് തോന്നിയത്. ഈവൻ വിജയുടെ ഫാദർ ക്യാരക്ടർ ഇത്രയും വന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു ക്യാരക്ടർ കൊള്ളാം. VFX ഒക്കെ ഇൻട്രൊഡക്ഷൻ സീനിലൊക്കെ അത്യാവശ്യം മോശമായ പോലെയാണ് വന്നിട്ടുള്ളത്. പിന്നെ വിജയുടെ ഒരു യങ്ങർ ലുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടും ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഡി-ഏജ്ഡ് ലുക്കല്ല, അതിൻ്റെ മുന്നുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സീക്വൻസ് കാണിക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ടുള്ള VFXും എനിക്ക് അത്രയ്ക്ക് കണ്ടിട്ട് ഏറ്റില്ല. പക്ഷേ ബാക്കിയുള്ള സീക്വൻസുകളിലൊക്കെ ഇങ്ങനെ VFX ബാഡാണ് എന്ന് പറയാൻ തക്ക രീതിയിലുള്ള അങ്ങനത്തെ ഷോട്ടുകളോ സെഗ്മെൻറ്റുകളോ ഒന്നും വരുന്നില്ല. അപ്പോൾ അതൊന്നും അങ്ങനെ വല്ലാണ്ടും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബാക്കിയുള്ള സെഗ്മെൻറ്റിൽ. അപ്പോൾ അതുകൊണ്ട് ഓക്കെയാണ്. ഈ സിനിമ തുടക്കം മുതൽക്കേ അങ്ങനെ വലിയ വണ്ടർ അടിക്കാവുന്ന ലെവലിലൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു ആദ്യ ഹാഫ് വരെ ഓക്കെയാണ്. കാരണം അത്രയും വാച്ചബിൾ ആവുന്ന രീതിയിലൊക്കെ ആദ്യ ഹാഫൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ തോന്നിയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് കടക്കുമ്പോഴേക്കാണ് മെയിൻ പ്രശ്നം വരുന്നത്. കാരണം നല്ല പ്രഡിക്റ്റബിൾ ആണ് എന്താ നടക്കാൻ പോകുന്നത്, ആരാണ് എന്താണ് എങ്ങനെ ചെയ്യാൻ പോകുന്നത് എല്ലാം ഊഹിക്കാം. അപ്പോൾ ആ ഒരു ലെവലിൽ പോകുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന രീതിയിലൊന്നും ഇല്ല. ഇവൻറ്റ്സൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, അതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യണില്ല. പിന്നെ ഒരു എക്സെപ്ഷനായിട്ട് പറയാനുള്ളത് വിജയുടെ ആ ഒരു യങ്ങർ ക്യാരക്ടറാണ്. ബാക്കി എല്ലാം കൊണ്ടും സെക്കൻഡ് ഹാഫ് നോട്ട് ഗുഡ് അങ്ങനത്തെ ഒരു ലെവലിലാണ് പോയിരുന്നത്. അതിൻ്റെ മെയിൻ പ്രശ്നം സ്ക്രീൻ പ്ലേ ആണ്. കാരണം അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പറയാൻ ഒന്നും തന്നെയില്ല. ഭയങ്കര ഡള്ളായി തോന്നിക്കുന്ന രീതിയിലും അങ്ങനത്തെ ഒക്കെ രീതിയിലാണ് കൊണ്ടുപോയത്. മെയിൻ പ്രശ്നം റൺ ടൈമാണ്. കാരണം ഒരു 3 മണിക്കൂർ 3 മിനിറ്റ് എന്നുള്ള ഒരു റൺ ടൈമിന് പറ്റിയൊരു ഫിലിമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത്രയും റൺ ടൈം വെച്ചിട്ട് ഭയങ്കര എക്സ്റ്റെൻസീവായിട്ട് സ്റ്റോറി ടെല്ലിങ് നടത്താൻ പറ്റുന്ന സംഭവങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല. അപ്പോൾ വെറുതെ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോകുന്നൊരു കാര്യമാണ് ഇതിൻ്റെ റൺ ടൈമിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ ബാക്കിയുള്ളവരുടെ പെർഫോമൻസൊക്കെ പറയുന്ന കേസിൽ അതിലിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുമ്പോഴത്തേക്കും എനിക്ക് ഈ സിനിമയിൽ അൺഇൻറ്റൻഷനലി ഭയങ്കര ഫണ്ണിയായിട്ട് തോന്നിയത് മോഹൻ്റെ പെർഫോമൻസാണ്. കാരണം ഈ മാനൻ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് വരുന്ന സമയത്ത് പുള്ളി തുടക്കത്തിൽ വരും ഹൈ ഗാന്ധി, പിന്നെ വരും ഹൈ ഗാന്ധി, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ആൻഡ് ഒരുമാതിരി നെഗറ്റീവ് റോൾ ഓവറോൾ പറയുമ്പോൾ ഗോട്ട് എനിക്കൊരു ബിലോ ആവറേജ് ഫിലിമായിട്ടാണ് തോന്നിയത്. പിന്നെ വെങ്കട് പ്രഭു ഫിലിമായതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ചിലപ്പോൾ അദ്ദേഹം ഒരു നല്ല പടം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് ഇങ്ങനത്തെ ഒക്കെ ഒരു ലെവലാവും. അപ്പോൾ എന്തിനും തയ്യാറായിട്ടായിരുന്നു ഇരുന്നത്. അതുകൊണ്ട് എല്ലാം പ്രഡിക്റ്റബിൾ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.